ഹലോ എൻ്റെ അമ്മ അന്നും ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അത് പുട്ടാണ് കേട്ടോ. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പുട്ട് കഴിക്കുമ്പോൾ സ്വാതിക്ക് ബോറടിക്കില്ലേന്ന്. എന്തോ അമ്മ ഉണ്ടാക്കുന്ന പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെനിക്ക് ഒരിക്കലും ബോറടിക്കില്ല. അപ്പോൾ അമ്മ അങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കാൻ നല്ല എളുപ്പമാണെന്ന്. അങ്ങനെ ഇവിടെ ദാവൺഗിരി വന്ന് കേരള രുചികളൊക്കെ ഇവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാനും പുട്ടുണ്ടാക്കാൻ നോക്കിട്ടോ. പക്ഷേ എൻ്റെ പുട്ടൊരു വൻ ഫ്ലോപ്പായിരുന്നു. ഈ പുട്ടുണ്ടല്ലോ നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരാളൊന്നുമല്ല. വെള്ളം കൂടിയാലോ വെള്ളം കുറഞ്ഞാലോ ഒക്കെ പുട്ട് ഫ്ലോപ്പായി പോകും. അതുപോലെ സ്റ്റീം ചെയ്യുന്ന ടൈമോ അതും വലിയൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമേ വരുന്നില്ല. നമ്മുടെ ഈസ്റ്റേൺ ഇതാ 5 മിനിറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റിൽ നോ സ്റ്റീം പുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിലേക്ക് നമുക്കൊരു 250 ml നല്ല ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് അടച്ച് വെച്ച് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡിയായി. ഇതിന് നമുക്കൊരു ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ഒരു ബൗളിലിട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. താഴെ കുറച്ച് ചിരകിയ തേങ്ങയും അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുട്ടുപൊടിയും. എനിക്ക് ആദ്യം നല്ല സംശയം ഉണ്ടായിരുന്നു സ്റ്റീമൊന്നും ചെയ്യാതെ അതേ ടേസ്റ്റ് എങ്ങനെ വരുന്നു. പക്ഷേ അടിപൊളി നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടോ. എനിക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ കറി ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് പുട്ടും പഴമാണ് ഇഷ്ടം. കുറച്ച് പഞ്ചസാര കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും. അപ്പം നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ എന്താ ഇഷ്ടമെന്ന് ഇവിടെ താഴെ കമൻറ്റിൽ പറയണം കേട്ടോ. എന്നെപ്പോലെ പുട്ടും പഴവും ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കമൻറ്റിൽ പറയാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ ബൈ.